ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +2 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ ബേസിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞു വരാം. ഇതിനകത്ത് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിൽ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് റിലേഷനാണ്. ഒരു പലതരത്തിലുള്ള റിലേഷൻ നമ്മൾ +1-ൽ പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 3 റിലേഷനെ നമ്മൾ പഠിക്കുന്നുള്ളൂ. 1 റിഫ്ലെക്സീവ് റിലേഷൻ, 2 സിമെട്രിക് റിലേഷൻ, 3 ട്രാൻസിറ്റീവ് റിലേഷൻ. അപ്പോൾ നമ്മളൊരു സെറ്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരേപോലെയുള്ള 2 നമ്പറുകൾ, ഉദാഹരണത്തിന് 1 1 2 2 3 3 അങ്ങനെ വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നതുപോലെ ഒരെണ്ണത്തിന് അതിൻ്റെ പ്രതിബിംബം വരുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. 2 സിമെട്രിക് റിലേഷനാണ്, അതായത് ഒരു നമ്പർ ഉണ്ടെങ്കിൽ അത് തിരിച്ചിടണം. അപ്പോൾ 1 2 എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അത് തിരിച്ചിടണം, 2 1 ഉണ്ടായിരിക്കണം. അതിനെയാണ് സിമെട്രിക് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ട്രാൻസിറ്റീവ് റിലേഷനാണ്, അതായത് AB ഇപ്പം 3 ഓർഡേഡ് പെയർ എടുക്കും. ആദ്യത്തതിൽ ഇപ്പം 1 2, സപ്പോസ് 1 2 ആണെന്നുണ്ടെങ്കിൽ 2-ൽ തുടങ്ങണം. ഇവിടെ ഇപ്പം Bയിലാണ് അടുത്ത ഓർഡേഡ് പെയർ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ 1 2 എടുത്താൽ ഇവിടെ എന്തുണ്ടായിരിക്കണം? 2-ൽ തന്നെ തുടങ്ങണം. വേറെ ഏതോ നമ്പർ ഇവിടെ ഉണ്ടായിരിക്കട്ടെ, 3 ആണെന്ന് കരുതിക്കോ. സപ്പോസ് ഇത് 1 2 ഇതിൽ തന്നെ തുടങ്ങണം, 2 3 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1ഉം 3ഉം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. ഇത് 3ഉം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ്, ആ റിലേഷന് പറയുന്ന പേരാണ് ഇക്വിവലൻസ് റിലേഷൻ.